ശ്വേത അപ്പൊ അർജുനെ ജിൻഡോനെ ശ്രീധുവിനെ ഒക്കെ ഏൽപ്പിച്ചിരുന്ന കല്ല് അപ്പൊ അർജുൻ അടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ ശ്വേത മാറിക്കഴിഞ്ഞപ്പോഴാണ് അർജുൻ അവിടെ നിന്ന് കല്ല് അടിച്ചു മാറ്റിയത്. ജിൻഡോ അത് കൈയോടെ തന്നെ പൊക്കി. ജിൻഡോ പറഞ്ഞു പോക്കറ്റിൽ ഇട്ടേക്കണ കല്ലെടുത്തോ, ഞാൻ കണ്ടിരുന്നു എന്ന്. അപ്പൊ ജിൻഡോ അപ്പൊ എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ജിൻഡോയ്ക്ക് കല്ല് അടിച്ചു മാറ്റണമെന്ന് ആഗ്രഹമില്ല. ജിൻഡോ പറയണത് നമ്മൾ എന്തായാലും ഈ ടാസ്ക് ചെയ്യിച്ചിട്ട് പവർ റൂമിൽ വരും, പിന്നെ എന്തിനാണ് അപ്പൊ നമ്മൾ ഓൾറെഡി നോമിനേഷൻ ഫ്രീ ആവും, പിന്നെ എന്തിനാണ് ഈ കല്ല് അടിച്ചു മാറ്റുന്നതെന്നാണ് അർജുൻ പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും വീക്ക് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് അർജുൻ പറയുന്നത്. അർജുനും ശ്രീധുവിനും കല്ല് അടിച്ചു മാറ്റാൻ ആഗ്രഹമുണ്ട്, നോമിനേഷൻ ഫ്രീ അല്ലേ, അതല്ലെങ്കിലും ആവുന്നുള്ള രീതിയിലൊക്കെയാണ് ആയിട്ട് ജിൻഡോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ അവിടെ ആ കല്ല് വെച്ചു. ബെസ്റ്റ് ആയിട്ടുള്ളവർ കല്ല് വെച്ചിട്ട് നമ്മളത് അടിച്ചു മാറ്റുമ്പോൾ ശരിക്കും വിശ്വാസവഞ്ചന ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യേണ്ടെന്നാണ് ജിൻഡോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വേത വന്നിട്ട് ഇപ്പോൾ ജിൻഡോ ഇരിക്കുമ്പോൾ അർജുനും ശ്രീധും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിൻഡോ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ജിൻഡോ പിന്നെ ശ്വേതയോട് സാബുനോടും പറയുന്നുണ്ട് കൂടെ നിന്നവര് തന്നെ അല്ല അടിച്ചു മാറ്റി, ഞാൻ പക്ഷെ പിടിച്ചു വപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അർജുൻ സായിയുടെ ഒക്കെ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് സായി ഒക്കെ ഈ കല്ല് അടിച്ചു മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരവിടെ അനാവശ്യമായിട്ടൊരു ബഹളം ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിൻഡോനെ അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോൾ അർജുനോട് കല്ലെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അങ്ങനെ അർജുൻ കല്ല് അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്ത് നടക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോടെ കണ്ണ് വെട്ടിച്ചവർക്ക് കല്ലെടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല.